കാവുംവട്ടം MUP സ്കൂളിലാണ്. സ്കൂളിലെ അടുക്കളയ്ക്ക് മുന്നിലാണെന്ന് തന്നെ പറയാം. ഇന്നത്തെ മെനു ചോറ്, മസാലക്കറി, ചേമ്പ് കറി, ഉപ്പേരി, മുട്ട, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അടുക്കള സജീവം. ചേച്ചി ഉണ്ട്. ചേച്ചി നമസ്കാരം. എന്താ അത്? മസാലക്കറിയാ? മസാലക്കറി. ചേച്ചിന്റെ പേരെന്താ? സരസ്വതി. മസാലക്കറിയിൽ ചേന ഇട്ടിന്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ ഇങ്ങനൊക്കെ ഉണ്ട് മസാലകൾ, കരിവേപ്പില എല്ലോ കൂട്ടിട്ട്. ഇത് വേവുന്നുള്ളൂ, വെന്തിട്ടില്ല, കുറച്ചുണ്ട്. വേറെ എന്തൊക്കെയാ ആയത്? ബാക്കി ചോറായിട്ടുണ്ട്. കുട്ടികളെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ച് മൂടി വെച്ച്. നല്ല അരിയാണോ റേഷൻ കിട്ടുന്നത്? ഓ, നല്ല അരിയാ, സൂപ്പർ അരിയാ. എല്ലാവരും ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുക. സരസ്വതി രാവിലെ എപ്പോൾ വരും ഇവിടെ? ഞാൻ 8:30 വരുന്നുണ്ട്. 8:30 വരും. 8:30 വരും. വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും? ഞാനൊരു 2:30 വരെ. പെട്ടെന്ന് എവിടെയും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2:30 പോകും, അല്ലെങ്കിൽ ഒരു 3-3:30 പോകും. അത്രയും നേരം ഇവിടെ ഉണ്ടാവും. എത്ര റുപ്യ നമുക്ക് മാസം ഇവര് സർക്കാർ തരിക? സർക്കാർ ശമ്പളം ഒരു ഉറച്ച വിവരം പറയാൻ പറ്റൂല, അയ്യ തോതിലാന്ന്. ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഒരു 9,500 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 മാസമായി കിട്ടാത്തത്. പ്രയാസമായിരിക്കില്ലേ ഇപ്പോൾ നമ്മള് രാവിലെ 8:30 വന്ന് വൈകുന്നേരം വരെയൊക്കെ ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടാണ്ട്? പിന്നെ കുട്ടികൾക്കല്ലേ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയല്ല, കുട്ടികളായതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യും. നമ്മളങ്ങനെയല്ല കുട്ടികൾക്ക് കൊടുക്കുക. പൈസ കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ എന്ന് തോന്നും. എന്നാലും പൈസ തരണം. പൈസ എടുത്തെങ്കിൽ തിരിമറിക്കും. കിട്ടുമ്പോൾ കൊടുക്കാനുണ്ടാവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അല്ലേ? അങ്ങനെ ചെയ്യരുത്. കുട്ടികളാണെന്ന് ഓർത്തിട്ടാണ് സരസ്വതി ചേച്ചി വന്ന് ഈ പണി എടുക്കുന്നത് എല്ലാ ദിവസവും. ഇപ്പോൾ കുട്ടികളാണെന്ന് ഓർക്കുമ്പോൾ തൊഴിലാളിയാണെന്ന് സർക്കാർ ഓർക്കേണ്ടതാണ്. PTA പ്രസിഡന്റ് ഷംസുക്ക, കുട്ടികളുടെ ഭക്ഷണ വിതരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. PTA മേൽനോട്ടത്തിലൊക്കെ നടക്കേണ്ടതാണല്ലോ. എന്താ ഇപ്പോൾ സ്ഥിതി? ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഭക്ഷണം കൊടുത്തുകൊടുക്കുന്നത്. കാരണം ആഴ്ചയിൽ 2 പാല്, ദിവസം മുട്ട, അങ്ങനെ എല്ലാ രീതിയിലും നന്നായി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു തടസ്സം, ഇത് കുറച്ചുകൂടി നന്നായി കൊടുക്കാനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ഫണ്ടിൻ്റെ അപര്യാപ്തമാണ്. ഫണ്ട് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. 300-ലധികം വിദ്യാർത്ഥികൾക്ക് ദിവസവും ഭക്ഷണം നൽകണം. സെപ്റ്റംബറിലെ പാലിൻ്റെയും മുട്ടയുടെയും പണം കിട്ടി. ഒക്ടോബറിലെയും നവംബറിലെയും ഒരു പൈസയും സ്കൂളിൽ ലഭിച്ചിട്ടില്ല. കടം പറഞ്ഞ് ഒടുവിൽ കടം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഇതെല്ലാം മുടങ്ങി കിടക്കുന്നേരം ഇതെല്ലാം ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ്റെ അവർ തലയിലോട്ട് പോവുകയാണ് ചെയ്യുക. കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ തുകയാണ്, അത് വൃത്തിയായി നടക്കേണ്ടതുണ്ട്. അക്കാര്യം പരിഗണിച്ച് തുക കൃത്യമായി കൊടുക്കാനുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടാവണം എന്നത് തന്നെയാണ് കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യം. വിനോദ് മൊറാഴക്കൊപ്പം കോഴിക്കോട് നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.